എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്റെ അമ്മയാണ്. യശോദാദേവി. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും, അമ്മയുടെ മെമ്മോറിയലാണ് ഈ സ്കൂൾ. നമ്മുടെ അമ്മ എന്ന ടീച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പഠിപ്പിക്കാൻ പ്രത്യേകിച്ചൊരു സബ്ജക്റ്റും ഇല്ല. പക്ഷെ അവര് നമ്മളെ പഠിപ്പിക്കാത്ത സബ്ജക്ട്സും ഇല്ല. ഉണ്ടോ? മാനേഴ്സ്, ഡിസിപ്ലിൻ, എത്തിക്സ്, സൈക്കോളജി, മോറൽ സയൻസ്, അങ്ങനെ എല്ലാം അവരുടെ സബ്ജക്റ്റാണ്. നമ്മളെ ഇരിക്കാൻ, എഴുന്നേൽക്കാൻ, നടക്കാൻ, ഓടാൻ, കഴിക്കാൻ, കുടിക്കാൻ, കളിക്കാൻ, ജീവിക്കാൻ ഒക്കെ പഠിപ്പിച്ചത് അവരാണ്, അല്ലേ? അവർ നമ്മളോടൊപ്പം ചിരിക്കും, കളിക്കും, തമാശകൾ പറയും, അതോടൊപ്പം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ നല്ലതിനു വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നവരാണ് അമ്മമാർ. അമ്മയേക്കാൾ വലിയൊരു സുഹൃത്തും വഴികാട്ടിയും ഇല്ല. മാതൃത്വത്തെക്കാൾ വലിയ ഒരു സത്യവും തത്വജ്ഞാനവും ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാതാവ്, മാതൃഭാഷ, മാതൃഭൂമി, ഈ 3 കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ പോവാ. എല്ലാവരും ഇന്ന് വീട്ടിൽ ചെന്ന് അത് ചെയ്യണം. ചെയ്യാമോ? ഗുഡ്. ഇന്ന് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായി അമ്മയോടൊരു കാര്യം പറയണം. താങ്ക് യു അമ്മ ഫോർ ബീയിങ് മൈ ഫസ്റ്റ് ടീച്ചർ. അമ്മയോട് എന്ത് പറയണം? ഉറക്കെ. That's the spirit. So, see you in the next class. Have a wonderful year ahead to all of you. Bye. Bye. Thank you, sir. ഈശ്വര, ഞാൻ ആ കള്ളപ്പിള്ളയോട് ഇത് എന്ത് പറയും? വല്ലാത്ത പണിയായി പോയി സാഗരയത്. തരംതാരയൊക്കെ കഴിഞ്ഞ തവണ ഞാൻ രക്ഷപ്പെട്ടത്. ഇത്തവണ അയാൾ എന്റെ മണ്ട അടിച്ചു പൊട്ടിച്ച് ഇതുപോലൊരു ഓട്ടയാക്കും. എന്റെ പുക കാണുമ്പോ നിനക്ക് സമാധാനവും അല്ലടാ? നാശം പിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അമ്മ, ഒന്ന് താഴെ ഇറങ്ങി ഒരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അത് പറ്റില്ല, ഒന്ന് ഇറങ്ങ്, ഒരു കാര്യം പറയാം. ഞാൻ പണിയെടുക്കുന്ന കാണുന്നില്ലേ നീ? ഇങ്ങ ഇറങ്ങ അമ്മ. അയ്യോ അയ്യോ അമ്മ, എന്ത് പറ്റി? വേദനിച്ചോ? ഐ ആം റിയലി സോറി. എന്നെ പറ്റിച്ചാണല്ലേ? ഇന്ന് എന്താ എന്റെ പൊന്നുമോള് വലിയ സന്തോഷത്തിലാണല്ലോ സ്കൂളിൽ നിന്ന് വന്ന്. യു ആർ മൈ ഫസ്റ്റ് ടീച്ചർ. ക്ലാസ് ടീച്ചർ എന്ത് പറഞ്ഞു? അമ്മയാണ് എന്റെ ആദ്യത്തെ ഗുരുന്ന്. താങ്ക് യു സോ മച്ച് അമ്മ. എന്റെ ദൈവമേ, എനിക്കിത് എന്നാ പറ്റിയേ? ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു വലിയ സാറിന്റെ. ആ സാറ് ഞങ്ങൾക്ക് തന്ന ഹോംവർക്ക് ഇതാ. എന്ന് വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ കട്ടുമെന്ന് താഴെ ഇടണമെന്നാ? അല്ല, എല്ലാവരും വീട്ടിൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അമ്മയോട് താങ്ക് യു പറയണമെന്ന്. മാതാവ്, മാതൃഭൂമി, മാതൃഭാഷ, ഇത് 3ഉം കഴിഞ്ഞേ ജീവിതത്തിൽ എന്തോ ഉള്ളൂന്ന്. സത്യല്ലേ ആ മാഷ് പറഞ്ഞേ? അല്ല മീനുട്ടി, ആരാ ഈ മാഷ്? പുതിയതായിട്ട് വന്ന മലയാളം മാഷ? മാഷും ടീച്ചറും ഒന്നും അല്ല, ഞങ്ങളുടെ യശോദ മെമ്മോറിയൽ സ്കൂളിന്റെ ട്രസ്റ്റിയാ, കോടീശ്വരൻ. ഒത്തിരി സ്കൂളിന്റെ ഉടമയാ സാറ്. പക്ഷെ അതിന്റെ ഒരു ജാടയില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ പേര് യശോദ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എന്നല്ലേ? ആ പേരിലെ യശോദ ആരാന്ന് അമ്മയ്ക്കറിയോ? ഇല്ല. ഈ സാറിന്റെ അമ്മയാ. അമ്മയുടെ ഓർമ്മയ്ക്കാണ് സ്കൂളിന് സാർ ആ പേര് നൽകിയേക്കുന്നേ. ഓഹോ, പത്മശ്രീ ഒക്കെ കിട്ടിയേക്കുന്ന ആളാ സാറ്. ഭാവിയിൽ എനിക്കും സാറിനെ പോലെ ലോകം അറിയുന്ന ഒരാളായിട്ട് മാറണം. ഞാനും വിശ്വനാഥൻ സാറിനെ പോലെ വലിയ ഒരാളാവും. അമ്മ നോക്കിക്കോ. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാവേ. നിക്ക്, സാറിന്റെ പേരെന്തെന്നാ പറഞ്ഞേ? വിശ്വനാഥൻ സാർ. വിശ്വനാഥൻ സാർ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ
സുധാമണിയുടെ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും അദ്ദേഹത്തിന് സാധിക്കും. അവരുടെ പേര് ഡോക്ടർ വിശ്വനാഥ പൊതുവാൾ. എന്റെ ഇന്റർനെറ്റ് ദേവി, അവസാനം നീ എന്റെ വിളി കേട്ടല്ലോ. വിശ്രമമില്ലാത്ത 2 പകലുകൾ, ഉറക്കമില്ലാത്ത 2 രാത്രികൾ. ഐ എം ഓൾമോസ്റ്റ് ഡൺ. പ്രസന്റേഷൻ പ്രിപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞു. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നന്നായി വന്നിട്ടുണ്ട്. അതെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഏതുവരെ ആയി? ഇനി അവസാന മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും രാത്രി തന്നെ ബ്ലൂ പ്രിന്റ് റാവു സാറിന് മെയിൽ ചെയ്യാം. ആ പ്രോജക്റ്റ് കിട്ടാനായി നീ എന്തുമാത്രം ആഗ്രഹിച്ചുവെന്നും അതിനുവേണ്ടി എത്രയധികം കഷ്ടപ്പെട്ടുവെന്നും എനിക്കറിയാം. എന്റെ പ്രൊമോഷൻ മാത്രമല്ല ബാലു, ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ നമുക്ക് നല്ല പേരാകും. വെറും 3 ദിവസം കൊണ്ട് പ്രസന്റേഷൻ സബ്മിറ്റ് ചെയ്യാന്ന് ആത്മവിശ്വാസത്തോടെ നീ പറഞ്ഞതാണ് നമുക്ക് ഗുണമായത്. അല്ലെങ്കിൽ ഉറപ്പായും ഇത് പ്രമോദൻ ടീമും കൊണ്ടുപോയനെ. താങ്ക് യു സോ മച്ച് ബാലു. അതിന് നീ നന്ദി പറയേണ്ടത് എന്നോടല്ല, അമ്മയോടാ. ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പഠിച്ചത് അമ്മയെ കണ്ടിട്ടാ. നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്റെ അമ്മ. എന്നെ ഇന്നത്തെ ഈ നിലവരെ കൊണ്ടെത്തിച്ചതിന് അമ്മയോടല്ലാതെ വേറെ ആരോടും നന്ദി പറയാനില്ല എനിക്ക്. നിനക്കിഷ്ടപ്പെടാൻ മാത്രം എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മയുടെ അമാനുഷികമായ അധ്വാനം കൊണ്ട് ഉണ്ടായതാണപ്പോ. എനിക്കറിയാം, ഇന്ദിരാഗാന്ധി മാത്രമല്ല സുധാന്റെയും ഉരുക്ക് വനിതാന്ന് വിളിക്കേണ്ടി വരും. ഐ എം പ്രൗഡ് ഓഫ് ഹർ സ്ട്രഗിൾ. ഐ എം പ്രൗഡ് ഓഫ് യു ടു. നിങ്ങൾ 10th പഠിക്കുന്ന മീനാക്ഷി കൃഷ്ണമൂർത്തിയുടെ മദർ അല്ലേ? അതെ മാഡം. വിശ്വനാഥൻ സാറിനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം? അത് എനിക്ക് സാറിനെ കണ്ടിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു മാഡം. വാട്ട് ഡു യു മീൻ? സാർ ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചത്? അദ്ദേഹം ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ട്രസ്റ്റിയാണ്. ഹി ഈസ് എ വെരി ബിസി പേഴ്സൺ. എന്താ? ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഞാൻ വേണ്ട നടപടി എടുത്തോളാം. അതുപോരെ? അത് പോരാ മാഡം. എനിക്ക് പറയാനുള്ളത് മാഡത്തോടല്ല, സാറിനോടാ. എനിക്ക് വിശ്വനാഥൻ സാറിനെ ഒന്ന് നേരിട്ട് കണ്ടേ പറ്റൂ. വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. യു മീൻ പേഴ്സണൽ? ഐ ആം റിയലി സോറി സുധാമണി. എനിക്ക് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ഞാൻ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ ഞാൻ എന്ത് പറഞ്ഞ മാഡം? എനിക്ക് 10th ക്ലാസ്സില് അഡ്മിഷൻ വേണേനും. നിങ്ങൾ എന്തായി പറയുന്നേ? എന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. എന്താണെങ്കിലും പറഞ്ഞാ മതി, ശരിയാക്കാന്ന് മാഡല്ലേ പറഞ്ഞേ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കാര്യം, ഇത് മാഡത്തെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാ വിശ്വനാഥൻ സാറിനെ നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. നോക്കു സുധാമണി, ഇക്കാര്യത്തിൽ വിശ്വനാഥൻ സാറിന് സുധാമണിയെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? സുധാമണിയെ പോലെ ഏജ് ഓവർ ആയ ഒരാളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ റൂൾസ് ഞങ്ങൾ അനുവദിക്കില്ല. അതെനിക്കറിയാം മാഡം. 100 കടമ്പകൾ ഉണ്ടാവും, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നില്ലെന്നാ തെറ്റ്. മാഡം എനിക്ക് വേറെ ഒരു സഹായം ചെയ്യണ്ട. വിശ്വനാഥൻ സാറിന്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്ന് തന്നാ മതി പ്ലീസ്. സോറി, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അത് തരാൻ നിർവാഹമില്ല സുധാമണി. വേണമെങ്കിൽ അദ്ദേഹത്തെ ഞാനൊന്ന് ഇൻഫോം ചെയ്യാം. എന്നിട്ട് അദ്ദേഹം ഓക്കെ പറയുകയാണെങ്കിൽ തരാം. താങ്ക്സ്. മാഡം, പിന്നൊരു കാര്യം. ഞാനിവിടെ വന്നതും ഇങ്ങനൊരു സംഗതി ആവശ്യപ്പെട്ടതും ഒരിക്കലും മീനാക്ഷി അറിയരുതേ. ഞാൻ മോളോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഓൾ അറിഞ്ഞാ പിന്നെ എനിക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒന്നുകൂടെ താങ്ക്സ്. എന്താടി? ഏയ് ഒന്നുമില്ല, നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. എന്റെ അമ്മ, അല്ല എന്റെ മമ്മി
മാമിനെ കാണാൻ വന്നിരുന്നോ? അതെ, വന്നിരുന്നു. അത് എനി പ്രോബ്ലം മാം? ഏയ്, നത്തിങ്. തന്റെ പഠനത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. ബുക്സിനെയും എക്സ്ട്രാ ക്ലാസ്സിനെയും കുറിച്ച് ഒന്ന് ചോദിച്ചു. ദാറ്റ്സ് ഓൾ. താങ്ക് യു മാം. എന്നാലും എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ അമ്മ വന്ന് പ്രിൻസിയെ കാണുമോ? അതും എക്സ്ട്രാ ക്ലാസ്സിന്റെ കാര്യങ്ങൾ അറിയാൻ. എന്തായിരിക്കും ഉദ്ദേശം? മക്കളെ, ഇങ്ങളിപ്പൊ സംസാരിച്ചിട്ട് പോയ സാറിന്റെ പേരെന്താ? വിശ്വനാഥൻ സാറ്. അതാണോ വിശ്വനാഥൻ സാറ്? വല്യം കരണ്ടിയതായിരിക്കോ? വർക്ക്ഷോപ്പ് കാണിച്ചതാണല്ലോ. ഓ, എല്ലാം കൂടെ വലിച്ചു പറിച്ചെടുത്ത് എത്തിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? കയ്യും പുള്ളി നാശിപ്പിക്കാൻ. ഇവളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഹായ് മാർത്താണ്ഡി, വാട്ട് ഹാപ്പൻഡ്? എന്തിനാ സാഗർ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നത്? കളിയാക്കിയതല്ല, നിന്നെ മാർത്താണ്ഡൻ പിള്ളയുടെ മോളേന്ന് വിളിക്കുമ്പോ ഒരു തെറി പോലെ തോന്നും. അതുകൊണ്ടല്ലേ ഞാനൊരു മയത്തില് മാർത്താണ്ഡീന്ന് വിളിച്ചത്. ഒന്ന് പോടാ. ഒന്നാമത് എന്റെ മൂടി ശരിയല്ല, അതിനിടയിൽ നിന്റെ ഒരു ഓഞ്ഞ തമാശ. അയ്യോ, എന്തു പറ്റി? നിന്റെ അച്ഛൻ പിള്ള വല്ലതും പറഞ്ഞോ? അതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ, പോട്ടടി. അല്ല, ഇന്ന് എന്തായിരുന്നു വിഷയം? അച്ഛൻ രാവിലെ എങ്ങോട്ട് അത്യാവശ്യമായിട്ട് പോവാൻ റെഡിയാവായിരുന്നു. ലാസ്റ്റ് സെമ്മിന്റെ മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ ഒന്ന് കോളേജ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ഞാൻ അപ്പയോട് ഒരു അബദ്ധത്തിന് ചോദിച്ചു പോയി. എന്നിട്ട് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോവാൻ നോക്കിയാ സമയത്തിന് ഞാൻ റെഡിയാക്കില്ലെന്ന് പറഞ്ഞ് എന്നെ വെറുതെ ചീത്ത പറഞ്ഞു. നിന്റെ പിശുക്കെന്താ ഇന്ന് കാർ എടുത്ത് പുറത്തു പോകുന്നോ? അതും പെട്രോളിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്തോ? ഏതൊരു വലിയ ബിൽഡറെ കാണാൻ പോവെന്നാ പറഞ്ഞത്. ഇതുപോലുള്ള അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല. കിട്ടുമ്പോ മാക്സിമം പ്രയോജനപ്പെടുത്തണം. സുനി, നീ പറഞ്ഞതുപോലെ സംഗതി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയെന്നാ വച്ചോ, ഞാൻ വിളിച്ചോളാം. എന്ത് പറ്റി മാർത്താണ്ഡ മാമ? ആരാടാ നിന്റെ മാമൻ? ഞാൻ നിന്റെ മാമനും മച്ചാനൊന്നുമല്ല. തന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. എന്നെ സാറെന്ന് വിളിക്കണം. സാർ. സാറല്ല, എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്താ പറഞ്ഞു? ആ, മാർത്താണ്ഡൻ പിള്ള സാറേ എന്നൊന്ന് ചെറുതായിട്ട് വിളിച്ചു നോക്കിയതാ. അതെ, നീ തീരെ അങ്ങ് ചെറുതാക്കണ്ട, വലുതായിട്ട് തന്നെ വിളിച്ചു. വണ്ടി കേടായോണ്ടാണോ മാർത്താണ്ഡൻ പിള്ള സാറ് ഇവിടെ നിൽക്കുന്നത്? അല്ലടാ, ഈ കൊടും വെയിലും കാഞ്ചി ഈ നടുറോട്ടിൽ നിൽക്കാൻ ഒരു പ്രത്യേക സുഖം. കാഞ്ഞു പോവാതിരുന്നാ നല്ലത്. എന്താണ് പിറുപിറുക്കുന്നേ? അല്ല, വെയില് കായുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ. സാറിന് വേണമെങ്കിൽ ഞാൻ ഒരു ലിഫ്റ്റ് തരാം. ഇന്നെ പോലുള്ള തല്ലിപ്പൊളികളുടെ ഇത്തരം പാട്ട വണ്ടി കയറി യാത്ര ചെയ്യാൻ ഈ മാർത്താണ്ഡൻ പിള്ള സാറിനെ കിട്ടില്ല. ഞാൻ പോവാ. അതെ, നിനക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരവസരം തരാം. ഒരു മെക്കാനിക്കിനെ വിളിച്ച്
എന്റെ ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്രേ ഉള്ളൂ? ആ, ചീള് കേസല്ലേ മാർത്താണ്ഡം പിള്ള സാറേ. ഓ, ഇപ്പൊ ശരിയാക്കി തരാം. എടാ സുനി, സംഭവം സെറ്റ്. നമ്മുടെ ജവഹർ നഗറിന്റെ പാർക്കിനോട് ചേർന്നുള്ള ആ ലെഫ്റ്റ് റോഡില്ലേ, ആ ലെഫ്റ്റ് എടുത്തേക്ക് നേരെ പോര്. ആ ശരി, ആളിപ്പോ വരും. ഓ ശരി. നിങ്ങൾ ഇങ്ങോട്ടാ തള്ളിക്കയറുന്നേ. നിക്ക്. എനിക്ക് വിശ്വനാഥ് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അപ്പന്റെ അപ്പോയിന്റ്മെന്റ് അതില്ലാതെ സാർ ആരെയും കാണാറില്ല, പ്രത്യേകിച്ച് വീട്ടില്. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു അത്യാവശ്യ കാര്യായോണ്ടാ. ഏയ്, എനിക്ക് സാറിനെ ഓഫീസിൽ പോയി കാണാലോ. ചെല്ലു ചെല്ലു, നിങ്ങൾ പോയി പറയുന്ന പോ. ഇറങ്ങ. ഞാനൊന്ന് പറയട്ടെ. ഇനിയിപ്പൊ എന്തെന്നാ ചെയ്യാ? എന്ത് പാടത്? കാറിന്റെ അടി കിടന്ന് ഉറങ്ങുകയാണോ? സാറിന്റെ ഒരു കോമഡി. കീർത്തരിഞ്ഞ പിടിച്ചോണ്ടെങ്കിൽ അവന്റെ കാലെ പിടിച്ച് പുറത്തിടാ. ഇപ്പൊ വരാം. വരുന്നു. ഹലോ, നടക്കോ? എന്താ പാട്? വല്ലതും റെഡി ആയോ? ഇതിന്റെ വയറും കിറ്റ് മൊത്തം എലി എങ്ങാണ്ട കടിച്ച് നാശമാക്കി വെച്ചിരിക്കായിരുന്നു. കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്താന്ന് ചോദിക്കും. എത്രയായി സുനി? വെറും 7000 രൂപ. ഞാനായതുകൊണ്ടാ ഇത്രയും കുറവ്. അരമണിക്കൂറുള്ള പണിക്ക് 7000 രൂപയോ? അവരുടെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. അതിപ്പോ എങ്ങനെയാ? ഇവിടെ ചിന്തിച്ചിരിക്കാനൊന്നും സമയമില്ല. അവൻ റേറ്റ് കൂട്ടുന്നതിന് മുമ്പ് ചെല്ലേ. സുനി നീ വന്നേ. മാമൻ അല്ല സാറ് നീ വിചാരിക്കുന്ന പോലെ അത്ര റിച്ച് ഒന്നും അല്ല. കഞ്ഞിക്ക് വകയില്ലാത്ത ടീമാ. കണ്ടില്ലേ ഒരു പഴഞ്ചൻ കാറുമായിട്ട് നടക്കുന്നേ. അതുകൊണ്ട് നീ ഒരു 5000 രൂപയ്ക്ക് ഫൈനലൈസ് ചെയ്യ്. അതെങ്ങനെ ശരിയാവും? 5000 രൂപ കൂടുതൽ തന്നെയാണേ. മാമാ അല്ല സോറി സാറേ, ഇത് ഷോറൂമിൽ എങ്ങാനും കൊണ്ടുവരുന്നെങ്കിലേ അവര് വയറിംഗ് കിറ്റും മാറ്റി, റേഡിയേറ്ററും മാറ്റി, എഞ്ചിന്റെ കിങ്ങിണി മങ്ങിണി ഒക്കെ മാറ്റി ഒരു 30,000 രൂപ കയ്യിലടിച്ചു തന്നേനെ. ഈ വണ്ടി മൊത്തത്തിൽ തൂക്കിയിട്ട അത്രയും കാശ് കിട്ടത്തില്ല. ഇത് ഭാഗ്യത്തിന് അങ്ങ് ഒത്തെന്ന് വിചാരിച്ചാ മതി. ഞാനൊരു സ്കിൽഡ് മേസ്ത്രി ആയതുകൊണ്ടും സാഗർ എന്റെ സുഹൃത്തായതുകൊണ്ടും സാറ് രക്ഷപ്പെട്ടു. കേറി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം സാറേ. ഇപ്പൊ ശരിയായി. എന്താ ശരി, പോട്ടെ. സാറേ ആ കാശ് കൊടുത്തിട്ട് പോ സാറേ. ഓക്കെ സാറേ. സാറേ തൽക്കാലം നീ ഇത് പിടിക്കും. 1000 രൂപ. എനിക്ക് വേറെ ചില അത്യാവശ്യ കമ്മിറ്റ്മെന്റുകളുണ്ട്. നെക്സ്റ്റ് ടൈം നിനക്ക് ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി തരാം. ഉരുട്ട് ബുദ്ധിയിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയേ. പോട്ടടാ. അങ്ങനെ എന്റെ നെക്സ്റ്റ് കാലം സേഫായി. ഈ കാശ് ആ ഗുണ്ടാ ഗ്രൂപ്പിന് കൊടുത്ത് കടം അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം.